ഇന്ത്യ പാക് ഭിന്നത മുറുകുന്നതിനിടെ വീണ്ടും കടുത്ത നടപടികളുമായി കേന്ദ്ര സർക്കാർ. ഇതിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ നിന്നുള്ള 16 യൂട്യൂബ് ചാനലുകൾക്ക് ഇന്ത്യ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യക്കും സൈന്യത്തിനും സുരക്ഷാ ഏജൻസികൾക്കുമെതിരെ പ്രകോപനപരവും വർഗീയപരവുമായ ഉള്ളടക്കം പ്രചരിപ്പിച്ചതിനും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിനും 16 പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകൾക്കാണ് ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തിയതെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ 3.5 ദശലക്ഷത്തിലധികം സബ്സ്ക്രൈബർമാരുള്ള പാക് ക്രിക്കറ്റ് താരം ഷോയിബ് അക്തറിന്റെ പ്രത്യേക യൂട്യൂബ് ചാനലും നിരോധിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഏകദേശം 63 ദശലക്ഷം വരിക്കാരുള്ള യൂട്യൂബ് ചാനലുകളാണ് ഇന്ത്യ നിരോധിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സർക്കാരിനെയും സൈന്യത്തെയും മോശമായി ചിത്രീകരിക്കുന്ന വീഡിയോകളും വാർത്തകളും നൽകിയ ചാനലുകളും നിരോധിച്ചവയിൽ ഉൾപ്പെടുന്നുണ്ട്. ഡോൺ ന്യൂസ്, സമ ടിവി, ARY ന്യൂസ്, ബോൾ ന്യൂസ്, റാഫ്താർ, ജിയോ ന്യൂസ്, സുനോ ന്യൂസ് തുടങ്ങിയ പ്രമുഖ പാകിസ്ഥാൻ വാർത്താ ചാനലുകളും ഇർഷാദ് ഭട്ടി, അസ്മ ഷിറാസി, ഉമർ ചീമ, മുനീബ് ഫാറൂഖ് തുടങ്ങിയ മാധ്യമപ്രവർത്തകർ നടത്തുന്ന യൂട്യൂബ് ചാനലുകളും ഇന്ത്യൻ ഉപഭോക്താക്കൾക്കായി തടഞ്ഞിട്ടുണ്ട്. ദ പാകിസ്ഥാൻ റഫറൻസ്, സമ സ്പോർട്സ് ആഡ്സ്, ഉസൈൻ ക്രിക്കറ്റ്, റാസി നാമ എന്നിവയാണ് മറ്റ് നിരോധിത ചാനലുകൾ. പഹൽഗാം ദുരന്തത്തിന് ശേഷം തെറ്റായ വിവരങ്ങൾ, തെറ്റായ പ്രചരണങ്ങൾ, വർഗീയ സംഘർഷങ്ങൾ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഉള്ളടക്കം എന്നിവ ഈ ചാനലുകൾ പ്രചരിപ്പിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരത്തിലുള്ള നടപടി. ദേശീയ സുരക്ഷയോ പൊതുക്രമസമാധാനമോ സംബന്ധിച്ച സർക്കാരിന്റെ ഉത്തരവ് കാരണം ഈ ഉള്ളടക്കം നിലവിൽ ഈ രാജ്യത്ത് ലഭ്യമല്ല. സർക്കാർ നീക്കം ചെയ്യൽ അഭ്യർത്ഥനകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ഗൂഗിളിന്റെ സുതാര്യത റിപ്പോർട്ട് സന്ദർശിക്കുക എന്നാണ് പ്രസ്തുത ചാനലുകൾ ഇന്ത്യക്കാർക്ക് ലഭിക്കുന്ന അറിയിപ്പ്. BBC-ക്കും കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തെ കുറിച്ചുള്ള BBC-യുടെ റിപ്പോർട്ടിങ്ങിനെതിരെയും സർക്കാർ വിമർശനം ഉന്നയിച്ചിരുന്നു. കാശ്മീരിലെ മാരകമായ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ഇന്ത്യക്കാർക്കുള്ള വിസ താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന തലക്കെട്ടിലുള്ള BBC-യുടെ ലേഖനത്തിൽ ഭീകരാക്രമണത്തെ തീവ്രവാദ ആക്രമണമെന്ന് പരാമർശിച്ചതിനെ തുടർന്നാണ് നരേന്ദ്രമോദി സർക്കാർ BBC-യുടെ ഇന്ത്യ മേധാവി ജാക്കി മാർട്ടിന് ശക്തമായ വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് കത്ത് കൈമാറിയത്. വിഷയത്തിൽ BBC-യുടെ റിപ്പോർട്ടിംഗ് മുന്നോട്ടു പോകുന്നത് വിദേശകാര്യ മന്ത്രാലയം നിരീക്ഷിക്കുമെന്ന് സ്ഥാപനത്തിന് കൈമാറിയ ഔപചാരിക കത്തിൽ സർക്കാർ വൃത്തങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു. അതേസമയം കാശ്മീർ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനെതിരായ നടപടികൾ കൂടുതൽ ശക്തമാക്കുകയാണ്. സിന്ധു നദീജല കരാറിൽ നിന്ന് പിന്മാറിയതിന് പിന്നാലെ പാക് പൗരന്മാരോട് എത്രയും പെട്ടെന്ന് രാജ്യം വിടാനും ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മറുവശത്ത് പാകിസ്ഥാൻ പഹൽഗാം അന്വേഷണത്തിൽ റഷ്യയുടെയും ചൈനയുടെയും ഇടപെടൽ തേടുകയാണ്.